നമ്മുടെ സാംസ്കാരിക മന്ത്രിയോട് എനിക്ക് വളരെ ആദരവും ഇഷ്ടവും ഒക്കെയാണ്. അദ്ദേഹത്തിന് എന്നോടും വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെങ്ങന്നൂർ അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള സമിതി ചെങ്ങന്നൂരാദി പുരസ്കാരം പോലും എൻ്റെ പ്രവർത്തന മികവിനെയൊക്കെ മാനിച്ച് എനിക്ക് നൽകിയതാണ്. പല വേദികളിലും അദ്ദേഹം എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വസ്തുത. ഇവിടെ ഈ കൊച്ചിയിൽ നടക്കുന്ന ഡിസംബർ 20 മുതൽ നടന്ന ആ സാംസ്കാരിക സംഗമം കൾച്ചറൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ആലോചനായോഗം, അതിൻ്റെ ആദ്യത്തെ ആലോചനായോഗം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കൂടുന്നു. സഖാവ് എം എ ബേബിയും അതുപോലെ സഖാവ് ഈ സജി ചെറിയാൻ മിനിസ്റ്റർ ഉൾപ്പെടെ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ ചെയർമാന്മാരും സെക്രട്ടറിമാരും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഏതാണ്ട് ഒരു 10-30ഓളം പേരുള്ള ഒരു പ്രഭാത ഭക്ഷണവും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ ഇത്രയും കാശ് മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി ഒരു സാംസ്കാരിക സംഗമം കൊച്ചിയിൽ നടക്കുമ്പോൾ മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറയുമ്പോൾ സഹജീവികളെക്കുറിച്ച് വളരെ കരുതലോടുകൂടി പറയുമ്പോൾ അങ്ങനെ ഒരു വേദിയിൽ അങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നതിന് ഒരു ആലോചന യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് വലിയൊരു ആശയമാണ് നമ്മൾ ലോകത്തോട് മുമ്പ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കുറേ സ്ത്രീകൾ, അവരുടെ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ കുറേ സ്ത്രീകളാണ് ആശാവർക്കർമാർ. അവർ ഇങ്ങനെ സമരം നടത്തുന്നു, തലമുട്ടയിടിച്ചും മുട്ടിലിഴഞ്ഞും നിരാഹാരം നടത്തിയും അവരുടെ സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടരുമ്പോൾ അങ്ങ് അഖിലേന്ത്യാ സെക്രട്ടറിയായി വരുമ്പോൾ അതിനെ ഒന്ന് പരിഹരിക്കാൻ ഇടപെടണം എന്ന് സഖാവ് എം എ സഖാവിനോടാണ് ഇത് പറയുന്നത്. അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും കേട്ടതാണ്. എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ, പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മന്ത്രി പറയുന്നത് കേട്ടു, ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറയുകയുണ്ട്. അതിന് അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും കേട്ട ഒരു കാര്യം എങ്ങനെയാണ്, അടുത്ത ദിവസം എൻ്റെ അഭ്യുദയകാംക്ഷികളിൽ ആരോ ആണ് അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസമുള്ള മാധ്യമങ്ങളിൽ, മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അത് അച്ചടിച്ചു വന്നു. ഈ സാംസ്കാരിക സംഗമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രേംകുമാർ ഇങ്ങനെ ഈ ഒരു അഭിപ്രായം, ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ നിങ്ങൾ ഫയലിലുള്ളതല്ലേ, അന്ന് മാസങ്ങൾക്ക് മുമ്പ് അതെടുത്ത് പരിശോധിക്കൂ. അവിടെ ഈ അഭിപ്രായം പറഞ്ഞതിനെക്കുറിച്ച് വന്നു. ഒരു 3-4 ദിവസത്തിനകത്ത് വീണ്ടും വാർത്ത വരുന്നു, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ പുതിയ ചെയർമാൻ വരുന്നു. ഒരു 4-5 പേരുടെ സാധ്യതാ പട്ടിക ഉൾപ്പെടെയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പുതുതായി നിയമിക്കപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെ മറ്റു 4 പേരുടെയും പേര് വെച്ചിട്ടാണ് പല മാധ്യമങ്ങളിലും ആ വാർത്ത വന്നത്. ഇതിങ്ങനെ തുടരെ വാർത്തകൾ വന്നപ്പോൾ ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ ആ സ്ഥാപനത്തിൽ കൃത്യമായി എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാനോ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ കഴിയാത്ത ഒരു അനിശ്ചിതത്വം വന്നു. അതാണ് പ്രശ്നം. അവിടുത്തെ ജീവനക്കാർ പോലും അവരുടെ ഒരു സമീപനത്തിൽ മാറ്റം വന്നു. ഇയാൾ നാളെ മാറാൻ പോകുന്ന ആളാണ്, മാറ്റാൻ പോകുന്ന ആളാണ്, ഇയാളെ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കണ്ട എന്നൊരു മനോഭാവം ജീവനക്കാരിൽ രൂപപ്പെട്ടു. ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഞാൻ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു മാറ്റം, ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി. അവിടെ ഒരു പുതിയ ചെയർമാനെ നിങ്ങൾ വയ്ക്കൂ. എനിക്കൊരു താൽക്കാലിക ചുമതലയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു താൽക്കാലിക ചുമതലയുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നിയമിപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ ആ ചെയർമാൻ്റെ മുറിയുടെ പുറത്ത് ചെയർമാൻ ഇൻചാർജ് എന്നൊരു ബോർഡ് വച്ചിട്ടാണ്, ആ മുറിക്കകത്തും ചെയർമാൻ ഇൻചാർജ് എന്നൊരു ബോർഡ് വെച്ചിട്ടാണ് എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് മറ്റൊരു ഒരു എപ്പിസോഡാണ്, അത് ഞാൻ പറയാം. എന്തായിരുന്നാലും ശരി, ഇവിടെ ഒരു ചെയർമാൻ വേണം. അത് എ ഓർ ബി ആരോ നിങ്ങൾ വയ്ക്കുക, പക്ഷേ അതിനൊരു വ്യക്തത വരണം. ഒരു വ്യക്തതയില്ലാതെ ഈ രീതിയിൽ ഒരു അനിശ്ചിതത്വത്തിൽ എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നിങ്ങളൊരു വ്യക്തത വരുത്തൂ. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിലും പറഞ്ഞു, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു, ഇത് പത്രങ്ങളിൽ വരുന്ന വ്യാജ വാർത്തയാണ്, ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അങ്ങനെ ഒരു തീരുമാനവുമില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഇവരിതങ്ങനെ പറയുകയാണ്. വീണ്ടും ഇടയ്ക്ക് ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇത് നിങ്ങൾ ഇങ്ങനെ വാർത്ത തുടരുകയാണ്, ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു ചെയർമാനെ നിങ്ങൾ വയ്ക്കൂ, അത് സ്ഥിരമായിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിട്ട് ഈ ഒരു താൽക്കാലിക ചുമതല എന്നെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക, നിങ്ങളത് വയ്ക്കൂ എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയും അപ്പോഴെല്ലാം അവർ പറയുന്നു, ഇല്ല, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ആലോചനയേ ഇല്ല, ഇത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കുന്നു. പുതിയ ചില ചുമതലകൾ എന്നെ ഏൽപ്പിക്കുന്നു. സിനിമാ കോൺക്ലേവ്, ചലച്ചിത്ര നയ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ,
30ാമത് IFFKയുടെ സംഘാടന ചുമതല, ഇതിനിടയിൽ സംസ്ഥാന ഫിലിം അവാർഡിൻ്റെ ജൂറി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഒക്കെ നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് നവംബർ 1 എന്ന ഡേറ്റിനാണ് ഇവർ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് തിരുവനന്തപുരത്ത്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാം, ഈ നവംബർ 1 എന്നുള്ള ഡേറ്റ് അവർ പിന്നീട് മാറ്റി നവംബർ 3-ാം തീയതിയാക്കി അത് തൃശ്ശൂരിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ഒക്ടോബർ 30-ഓടുകൂടിയാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയുന്നത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി. എൻ്റെ വിഷയം എന്നെ അവിടെ നിന്ന് മാറ്റുന്നതോ മാറ്റാതിരിക്കുന്നതോ ഇല്ല, ഞാൻ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ്. ഒരു സ്ഥിരം ചെയർമാൻ അവിടെ അതാരോ ആയിക്കോട്ടെ വെക്കണം. ഇത് മാറ്റി എന്നുള്ളതല്ല വിഷയം, ഈ സ്ഥാനമാനങ്ങൾ പോയി എന്നുള്ളതല്ല വിഷയം. ഒരു സ്ഥാപനത്തിലെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ മാറ്റിയ വിവരം, ചുമതലയിൽ നിന്നും മാറ്റിയ വിവരം മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വരുന്ന ആ ചെയർമാൻ്റെ ഗതികേടുണ്ടല്ലോ, അതാണ് എൻ്റെ വിഷയം. ആ ഗതികേട് അത് എൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ മുറിവ് തന്നെയാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ ഞാനൊരു 5-6 മാസം ഒന്നും മിണ്ടിയില്ലല്ലോ. മാധ്യമങ്ങളൊക്കെ എത്രയോ എന്നോട് ഇൻ്റർവ്യൂവിനുമൊക്കെ ചോദിച്ചാൽ ഞാൻ ആരോടും ഒന്നും ഒരക്ഷരവും മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് സച്ചിദാനന്ദൻ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ എന്നോ കഴിച്ചിട്ടും വീണ്ടും കാലാവധി കൂട്ടിക്കൊടുക്കുന്നു. അതൊരു അനീതിയല്ലേ? നിങ്ങളൊരു ആശാസമരം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ന്യായമായ പൊതുസമൂഹം മുഴുവൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പറഞ്ഞതിന് നിങ്ങളെ പുറത്താക്കി എന്ന് മാധ്യമക്കാർ ചോദിച്ചപ്പോഴാണ്, അതിനകത്തൊരു ഇരട്ട നീതിയല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതാണ് പിന്നീട് ചർച്ചകൾക്ക് തുടക്കമാക്കിയത്. ഇത് അങ്ങനെ ആ രീതിയിൽ പോകുന്നു. എന്ത് തന്നെയായിരുന്നാലും ശരി, ഈ മന്ത്രി എനിക്ക് വളരെ ഇഷ്ടമുള്ള മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം അടുത്ത കാലത്ത് പറയുകയുണ്ടായി 7.5 വർഷക്കാലം എന്നെ വൈസ് ചെയർമാൻ തസ്തികയിൽ അവിടെ എന്നെ ഇരുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു പച്ചക്കള്ളമാണത്! 7.5 വർഷക്കാലം. 2022 സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ ഈ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എന്നെ നിയമിക്കുന്നത് ഈ വൈസ് ചെയർമാനായിട്ട്. അത് ഏതാണ്ട് 2.5 വർഷക്കാലം മാത്രമാണ് ആ പദവിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പ്രവർത്തനം വളരെ മോശമായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും എൻ്റെ ചെയർമാൻ്റെ പദവിയിലേക്ക് അവർ ചുമതല എന്നെ ഏൽപ്പിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ ആ പ്രവർത്തനമൊക്കെ അവർ പരിഗണിച്ചിട്ടാണ് ചെയർമാൻ്റെ പദവിയിലേക്ക് വന്നത്. അത് ഏതാണ്ട് 1 വർഷം ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് നേരത്തെ ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരം കള്ളം പറയും. ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതും ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ മനോരമയുടെ ഒരു പരിപാടിയിൽ മന്ത്രിക്ക് എത്ര മാർക്ക് എന്നുള്ള പരിപാടിയിൽ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സ്ഥിരപ്പെടുത്തണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. വസ്തുതാവിരുദ്ധമാണത്. ഞാൻ ആവശ്യപ്പെട്ട ഇതാണ്, ഈ അവ്യക്തത, അനിശ്ചിതത്വം ഇത് മാറ്റണം. ഇത് മാറ്റാതെ ഒരു ചെയർമാൻ എന്നുള്ള രീതിക്ക് അവിടെ പ്രവർത്തിക്കാനാവില്ല. അതിനൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അപ്പോഴെല്ലാം അവർ ഈ വാർത്തകളെല്ലാം നിഷേധിക്കുകയായിരുന്നു. ഒടുവിൽ പത്രമാധ്യമങ്ങളിലൂടെ മാറ്റിയ വിവരം ഞാൻ അറിയുകയും ചെയ്തു. അത് എന്നിലുണ്ടാക്കിയ ഒരു വല്ലാത്തൊരു മാനസിക വിക്ഷോഭമുണ്ട്. കാര്യം ഞാൻ 10-35 വർഷമായി ഇടതുപക്ഷ സഹയാത്രികനായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഞാൻ എൻ്റേതായ ഒരു വലുതല്ലെങ്കിൽ പോലും ഒരു സ്ഥാനം ഉണ്ട്. സാംസ്കാരിക മേഖലയിൽ എത്രയോ കാലമായിട്ട് ഞാൻ എഴുതുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് മാറ്റുന്ന കാര്യം ഒരു വാക്ക് പറയണ്ടേ? ഇത് മാറ്റിയതുള്ള ഒരു വിഷയമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, പലപ്പോഴും പറഞ്ഞൊരു കാര്യം കൂടി പറയാം. നമ്മുടെ വീട്ടിൽ ഒരു പണിക്ക് വരുന്ന ഒരാൾ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വരുന്നു എന്ന് വയ്ക്കുക. നാളെ മുതൽ അയാൾ വരണ്ട എങ്കിൽ, ഞാനത് പറഞ്ഞതാണ്, നമ്മൾ ഇന്ന് ആ മനുഷ്യനോട് പറയും, ചേട്ടാ നാളെ മുതൽ താങ്കൾ വരണ്ട, താങ്കൾക്ക് എന്തെങ്കിലും കൂലി വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യാം, താങ്കളുടെ വല്ല പണിയായുധങ്ങളോ മറ്റോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഇതൊരു മനുഷ്യത്വമല്ലേ? അതൊരു മര്യാദയല്ലേ? അതൊരു മനുഷ്യനോട് നമ്മൾ കാണിക്കേണ്ടതല്ലേ? നമ്മളൊരു 3-4 വർഷം ഇവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പിന്തുണ നൽകി വളരെ മാന്യമായ രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. പൊതുസമൂഹവും സിനിമാ മേഖലയും എല്ലാം എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ മികവ് ആണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അവിടെ എന്നെ അവിടെ നിന്ന് പുറത്താക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് ഒരു നന്ദി വാക്ക് പറയാൻ പോലുമുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. എനിക്കൊരു മാന്യമായ യാത്രയിൽ പോകുന്ന വെറുതെ ഞാൻ പറയുന്നില്ല. ആ രീതിയിൽ അവഗണിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസം എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല, എന്താണ് സംഭവിച്ചതെന്ന് ആരും തിരക്കിയില്ല. ഇപ്പോൾ ചില വാർത്തകൾ വന്നപ്പോൾ ഇവരൊക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന ഒരു അമ്പലം, ശ്രീ മഹാദേവർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്
നമ്മൾ സാംബശിവൻ്റെയും കിടാമംഗലത്തിൻ്റെയും ഐലത്തിൻ്റെയും ഒക്കെ കഥാപ്രസംഗങ്ങളും മറ്റു നാടകങ്ങളും ബാലയും ഒക്കെ കണ്ട് എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നിലൊരു കലാകാരൻ രൂപപ്പെട്ടത് ആ അമ്പല പരിസരത്ത് നിന്നാണ്. അവിടെ ഒരു പുതിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നപ്പോൾ ആ പരിപാടി പോലും എന്നെ അറിയിച്ചില്ലല്ലോ. അതിന് സംഘാടക രൂപീകരണം നടക്കുന്നത് എന്നെ അറിയിച്ചില്ല. ഇങ്ങനെ കഴക്കൂട്ടത്തെ ഒരു പരിപാടികൾക്കും അത് എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു പരിപാടികളിൽ എന്നെ അറിയിക്കാറില്ല. ഈ കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സംഗമം പോലും ഇവർ ഒരു ക്ഷണം എനിക്ക് നൽകിയില്ല. അതുപോട്ടെ ഒരു അറിയിപ്പ് പോലും എനിക്ക് നൽകിയില്ല. ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം ഭാരത് ഭവനിൽ നടന്ന JC ഡാനിയൽ ഫൗണ്ടേഷൻ്റെ ഒരു പുരസ്കാര പരിപാടി ഉണ്ടായിരുന്നു. അത് JC ഡാനിയൽ ഫൗണ്ടേഷൻ, JC ഡാനിയലിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ സ്വന്തമായി JC ഡാനിയലിൻ്റെ ഒരു പ്രതിമ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ നെയ്യാറ്റിൻകരയിൽ അത് സ്ഥാപിച്ച ശ്രീമതി സോന നായർ, ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ, അതുപോലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ രാജ്മോഹൻ സാറ്, ജസ്റ്റിസ് ഹരിഹരൻ സാറ്, ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ പരിപാടി. അവിടെ ഈ പരിപാടി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചപ്പോൾ ഭാരത് ഭവനിലാണ് നടക്കുന്നത്. അതിൽ JC ഡാനിയൽ പുരസ്കാരം ഇത്തവണ അവരത് എനിക്കാണ് നൽകിയത്. അത് എൻ്റെ ചില നിലപാടുകളും ചില ഈ അടുത്ത കാലത്തെ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്നൊക്കെ കണ്ടിട്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എനിക്കാണ് ആ പുരസ്കാരം നൽകിയത്. പക്ഷേ അത് അവർ അവസാന നിമിഷം വരെ സസ്പെൻസ് ആക്കി വെച്ചിരുന്നു. അവസാന നിമിഷമാണ് അത് പ്രഖ്യാപിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരേണ്ടിയിരുന്നത് ആദരണീയരായ മന്ത്രിമാർ ശ്രീ GR അനിൽ, ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറ്, അതുപോലെ MLA-മാരായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, വളരെ സൗഹൃദമുള്ളവരാണ് ഇവരെല്ലാം. എനിക്ക് ഏറ്റവും ആത്മബന്ധവും ആത്മസൗഹൃദവുമുള്ളവരാണ്. ശ്രീ G സ്റ്റീഫൻ, ശ്രീ VK പ്രശാന്ത്, ഇങ്ങനെ തുടങ്ങി, അതുപോലെ ശ്രീ വിൻസെൻ്റ്, ഇങ്ങനെ ഉള്ള ഈ ജനപ്രതിനിധികളും MLA-മാരും ഈ മന്ത്രിമാരും പങ്കെടുക്കേണ്ട ഈ ചടങ്ങിൽ ആ വേദിയിൽ ഇവരാരും എത്തിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു ഇവരെന്താ ഇതൊക്കെ ബഹിഷ്കരിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രേംകുമാറിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത് വരെ ഇവരെല്ലാം വരാമെന്ന് സമ്മതിച്ചതാണ്. അവസാന നിമിഷം വരെ എല്ലാവരും വരാൻ സമ്മതിച്ചതാണ്. അതിന് മറ്റേ വിൻസെൻ്റ് MLA മാത്രം നേരത്തെ എന്തോ അസൗകര്യം പറഞ്ഞിരുന്നു. ബാക്കി എല്ലാവരും ഉറപ്പായും വരുമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞിരുന്നു. പക്ഷേ പ്രേംകുമാറിൻ്റെ പേര് ഈ പുരസ്കാരത്തിന് അനൗൺസ് ചെയ്തപ്പോൾ പിന്നീട് ഇവർ ഫോണിൽ കിട്ടുന്നില്ല. അവർ വരുമെന്ന് ചിലർ പറഞ്ഞു, ചിലർ വരാമെന്ന് പറഞ്ഞു. അവസാന നിമിഷം ഈ പറഞ്ഞ ആരും ആ വേദിയിലെത്തിയില്ല. ഇത് പ്രേംകുമാറിനോടുള്ള ഒരു എന്തെങ്കിലും പ്രതിഷേധമോ പ്രതികാരമോ അതൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. എന്തെങ്കിലും അവർക്ക് നിർദ്ദേശം ആ തരത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ അവഹേളിച്ചത് മാത്രമല്ല, ഇത് JC ഡാനിയൽ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെ, മലയാള സിനിമയുടെ പിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അവിടെ. ഈ കലയും സാംസ്കാരിക പ്രവർത്തനവും അതൊരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ ഒരിക്കലും കാണാൻ പാടില്ല. അത് രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയമാണ്, അത് ഏറ്റവും വലിയ മൂല്യച്യുതിയാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. അത് പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, കലാപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിലപാടൊക്കെ ഉള്ളവർ ഒരിക്കലും ഈ ഒരു രീതിയിൽ ഒന്നടങ്കം ഇത് ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എനിക്കറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഫൗണ്ടേഷനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രേംകുമാറിൻ്റെ പേര് വരുന്നത് വരെ ഇവരെല്ലാവരും വരും എന്ന് 100% അവർ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ഇതെന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്ന് അവർ പറയുന്നു.